ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ട് നമ്മളിതാ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാച്ചുറലായിട്ടുള്ള ഐസ്ക്രീമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഇതേപോലെ കൂളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാംഗോ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഐസാട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഐസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് പോയാലും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളവരാണ്, പ്രത്യേകിച്ച് പിള്ളേർ. അപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്ക് ഇതേപോലെ വീട്ടിൽ മാങ്ങൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റാട്ടാ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള മാങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഐസ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റം. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഈ ഒരു ചൂടിന് നമുക്ക് തണുത്തതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഒട്ടുമിക്ക പേരും. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കുന്നു കണ്ടു നോക്കിയാലോ. അപ്പോൾ പല രീതിയിലുള്ള മാങ്ങകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് കളറുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കളറുള്ള മാങ്ങ കേട്ടോ. ഈ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്രയും നല്ല പഴുത്തിട്ടുള്ള കളറുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ തരി ഉണ്ട്, നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കുറച്ച് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 500 ml ഒരു പാക്കറ്റ് പാലിൽ നിന്ന് പകുതി പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെടുക്കുന്ന മാങ്ങ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. അത്യാവശ്യം നല്ല കളറും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒന്നുകിൽ ഏലക്കാപ്പൊടി ചേർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസെൻസ് ചേർക്കാം കേട്ടോ. ഞാൻ ഇത്തിരി കളറും, നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നവരല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. ഓപ്ഷനിലാണ്. നിങ്ങളിത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഡ്രോപ്പ് നമുക്കിതിലേക്ക് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെ നമ്മളിത് അടിച്ചു കൊണ്ടുപോകാൻ, ഒട്ടും കട്ടില്ലാതെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ മോൾഡ് കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ ചായ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ മോൾഡിലാണ് നമ്മൾ ഐസ് റെഡി. മാർക്കറ്റിലും എല്ലാ കടകളിലൊക്കെ അവൈലബിൾ ആണ് ടച്ച്. അപ്പോൾ അതേപോലെ തന്നെ ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത്ര വലിയ പ്രൈസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലപോലെ കഴുകി ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഞാനിതാ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മളങ്ങ് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത്
വെച്ചെടുക്കണം കേട്ടോ. പിള്ളേരുള്ള വീട്ടിൽ 8 മണിക്കൂറൊന്നും വെച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മോൾഡ് കയ്യിലില്ലാത്തവർക്ക് നമുക്കിതേപോലെ ഇപ്പോൾ ഞാൻ ഈ ഒഴിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ്സിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു സ്റ്റിക്ക് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ഇതേപോലെയാണ് ഇപ്പോൾ ഫ്രീസറിൽ വെച്ചെടുക്കുന്നത്. കണ്ടില്ല, ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഗ്ലാസ്സിലൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചെടുത്ത അതേ സെയിം ഗ്ലാസ്സിലേക്ക് തന്നെ നമ്മൾ ഒരല്പം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് എടുക്കാം. നല്ല പോലെ ഒന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ്സിലേക്കുള്ളതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കും. നമ്മൾ 3 ഗ്ലാസ്സിലേക്കും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ ഐസിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 8 മണിക്കൂർ ആവട്ടെ, എന്നിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 8 മണിക്കൂറല്ല കേട്ടോ, ഒരു 10-12 മണിക്കൂറോളം നമ്മളിത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഒത്തിരി അങ്ങോട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 3 മണിക്കൂറും കൂടെ വെച്ചെടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഐസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്തു നോക്കിയാലോ. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ട് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് സാധാരണ ഐസൊക്കെ വാങ്ങിക്കുന്ന സ്റ്റിക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചെടുത്തത് നമുക്കൊന്ന് നോക്കിയാലോ. ഇതേപോലെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാം. ഈ മോൾഡ് ഇല്ലാത്തവർക്ക് ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലതൊന്ന് ഇതിൽ നിന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഐസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ടും എടുത്തിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ കാരണം നമ്മളിത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നാച്ചുറലായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.